എപ്പോഴും കാളിന്തി ജലം കുടിക്കാൻ ആഗ്രഹമുള്ള പശുക്കളുടെ കൂട്ടം ഏതൊന്നിനെ കാണുമ്പോൾ ചെന്നിറങ്ങി മുങ്ങുന്നുവോ, മയിൽക്കൂട്ടം മേഘമാണെന്നു കരുതി ഏതൊന്നിനെ കാണാൻ തിടുക്കപ്പെടുന്നുവോ, മുടിയിൽ ചൂടുവാൻ ഗോപസ്ത്രീകൾ തമാല വൃക്ഷത്തളിരെന്നു കരുതി ഏതൊന്നിനെ നുള്ളിയെടുക്കുന്നുവോ, കാളിയനെ കീഴടക്കിയ ശ്രീകൃഷ്ണന്റെ ശരീരത്തിലെ ആ പാവനമായ കാന്തി എല്ലാവരെയും രക്ഷിക്കട്ടെ. കാളിയമർദ്ദനം കഴിഞ്ഞു ശോഭിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുവുടലിൽ നിന്ന് പൊങ്ങിപ്പരക്കുന്ന നീലകാന്തി പ്രവാഹത്തെയാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. ശ്രീകൃഷ്ണ ശരീരത്തിൻ്റെ നീലകാന്തി പ്രവാഹം കാണുമ്പോൾ ജലം കുടിക്കാൻ ആഗ്രഹമുള്ള പശുക്കൂട്ടം അത് കാളിന്തി ജലമാണെന്ന് തെറ്റിദ്ധരിച്ച് ആ കാന്തി പ്രവാഹത്തിൽ ചെന്നിറങ്ങി വെള്ളം കുടിക്കുക മാത്രമല്ല, അതിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്യുന്നു. കാർമേഘത്തെ കാണുന്നതിന് എപ്പോഴും ആഗ്രഹിക്കുന്ന മയിൽക്കൂട്ടം ശ്രീകൃഷ്ണ ശരീരകാന്തി കണ്ടാലും മേഘത്തെ കാണുന്നത് പോലെയുള്ള സുഖമുളവാക്കുന്നതിനാൽ ആ കാന്തി കാണുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. പച്ചിലമരത്തളിർ മുടിയിൽ ചൂടുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഗോപസ്ത്രീകൾ. ഭഗവാന്റെ ശരീരകാന്തി കാണുമ്പോൾ അത് പച്ചിലമരത്തളിരാണെന്നു തെറ്റിദ്ധരിച്ച് മുടിയിൽ ചൂടുവാൻ അത് നുള്ളിയെടുക്കാൻ ഭാവിക്കുന്നു. ഇങ്ങനെ പശുക്കൾക്കും പക്ഷികൾക്കും വിശേഷ ബുദ്ധിയുള്ള മനുഷ്യർക്ക് പോലും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വിധം അത്രമാത്രം വശീകരണ ശക്തിയുള്ളതാണ് ഭഗവാന്റെ ശരീരകാന്തി എന്ന് അതിശയോക്തിയിലൂടെ വർണ്ണിക്കുകയാണ് കവി. ഭ്രാന്തിമാൻ എന്ന അർത്ഥാലങ്കാരമാണ് ഇതിൽ പ്രധാനം. കാളിന്തി ജലം പോലെയും കാർമേഘം പോലെയും പച്ചിലമരത്തളിർ പോലെയും നീല മനോഹരമാണ് ശ്രീകൃഷ്ണ ദേഹകാന്തി എന്ന് കവിഹൃദയം പറയുന്നു. ഹരേ കൃഷ്ണ.